വളരെയധികം സന്തോഷത്തോടെയാണ് ഞാനും ഇവിടെ ആയിരിക്കുന്നത്. നിങ്ങളും അങ്ങനെ ആയിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെ ഇരിപ്പ് കണ്ടിട്ട് താടിക്ക് കൈയൊക്കെ കൊടുത്ത്, എൻ്റെ കൊച്ചനെ, എനിക്കോ ഇത് പറ്റിപ്പോയി, നിനക്കും ഇത് പറ്റാൻ പോവാണോടാ എന്ന് പറഞ്ഞായിരിക്കും. എല്ലാവരും ഒന്ന് കൈയടിച്ചേ നന്നായിട്ട്. എല്ലാവരും കൈയടിച്ചു. നിങ്ങൾ അല്പസമയം എന്നെ ശ്രദ്ധിക്കണം. ഇത് കഴിയാതെ ഇനി ഇവിടുന്ന് ആരും ഇറങ്ങി പോകരുല്ല. പോകത്തില്ലെന്ന് എനിക്കറിയാം. രണ്ട് അനുഗ്രഹീതരായ അഭിഷക്തരുടെ മക്കളാണ് ഇവർ രണ്ടുപേർ. ഞാൻ കർത്താവിൽ വളരെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസും പാസ്റ്റർ സത്യദാസ്, പാസ്റ്റർ ജോസ്. ഒരു സുവിശേഷകൻ ഏത് കാലഘട്ടത്തിലും ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും അനുഗ്രഹീത സുവിശേഷ പ്രസംഗം ദൈവകൃപയിൽ ജീവിക്കുന്നവരുടെ മക്കളാണ്. ഇല്ലെങ്കിൽ ആളുകൾ പറയും നാട് നന്നാക്കാൻ നടന്നിട്ട് വീട് നന്നാക്കാൻ ഒത്തില്ലെന്ന്. പാസ്റ്റർ സത്യദാസ്, പാസ്റ്റർ ജോസ്. എവിടെ പോയി ജോസ് പാസ്റ്റർ? ഇങ്ങ് വരണം. നിങ്ങൾക്ക് നാട് നന്നാക്കാൻ മാത്രമല്ല വീട് നന്നാക്കാൻ ഒത്തു. അനുഗ്രഹീതരായ മക്കളെ ദൈവം തന്നു. അവർ നിങ്ങളുടെ ഉണ്ട്. ഞാൻ കൂടെ പറയും, ദൈവം നമ്മെ അനുഗ്രഹിച്ചതിൻ്റെ തെളിവ് നമ്മുടെ കെട്ടിടത്തിൻ്റെ വലിപ്പമല്ല, നമ്മുടെ കാറിൻ്റെ വിലയല്ല, നമ്മുടെ ബാങ്ക് ബാലൻസ് അല്ല. നാം സേവിക്കുന്ന ദൈവത്തെ നമ്മുടെ തലമുറ സേവിക്കുന്നതാണ്. നാം എടുത്ത വിശുദ്ധ വേദപുസ്തകം നമ്മുടെ സന്താനം എടുക്കുന്നതാണ്. വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി വാ തുറന്ന ശക്തിയോടെ സ്തോത്രം. എല്ലാവരും ശ്രദ്ധിക്കണം. മനുഷ്യജീവിതം തെരഞ്ഞെടുപ്പുകളുടെ സമാഹാരമാണ്. ഇഷ്ടപ്പെട്ട ആഹാരം, ഇഷ്ടപ്പെട്ട വസ്ത്രം, ഇഷ്ടപ്പെട്ട പാർപ്പിടം, ഇഷ്ടപ്പെട്ട വസ്ത്രം, ഇഷ്ടപ്പെട്ട ജോലിയൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ഇവിടെ രണ്ടുപേരുടെയും, എബിൻദാസിൻ്റെയും അക്സാമോളുടെയും കല്യാണം ഉറച്ചപ്പോൾ തന്നെ ഈ കല്യാണത്തിന് ഉടുക്കേണ്ട സാരിക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്ന് സഹോദരിമാർ തിരഞ്ഞെടുത്തു. ഇങ്ങോട്ട് വന്നപ്പോൾ പല ബസ്സുകളും കാറും ഉണ്ടായിരുന്നു. ഏതിൽ കയറണമെന്ന് തിരഞ്ഞെടുത്തു. ഇവിടെ വന്നപ്പോൾ എവിടെ ഇരിക്കണമെന്ന് തിരഞ്ഞെടുത്തു. ചില മുമ്പിലിരിക്കും തിരഞ്ഞെടുത്തു, ചില നടുക്കിരിക്കും തിരഞ്ഞെടുത്തു, ചില പുറയിരിക്കും തിരഞ്ഞെടുത്തു, ചില മുകളിലിരിക്കും തിരഞ്ഞെടുത്തു, ചിലർ അവിടെ നിൽക്കുന്ന തിരഞ്ഞെടുത്തു. ഈ തെരഞ്ഞെടുപ്പുകൾക്കെല്ലാം ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ്. നിങ്ങളുടെ TV കേടായാൽ മാറിയെടുക്കാം, ഫ്രിഡ്ജ് കേടായാൽ മാറിയെടുക്കാം, വാഷിംഗ് മെഷീൻ കേടായാൽ മാറിയെടുക്കാം. പക്ഷെ ഭാര്യ കേടായാൽ മാറിയെടുക്കാനൊക്കില്ല. ഭർത്താവ് കേടായാൽ മാറിയെടുക്കാനൊക്കില്ല. ഓപ്ഷൻ ഇല്ലാത്ത രണ്ട് തെരഞ്ഞെടുപ്പ് പറഞ്ഞിട്ട് ഞാൻ പ്രഭാഷണത്തിലേക്ക് വരാം. നോ ഓപ്ഷൻ. അത് ഒന്ന്, നിങ്ങളുടെ ആത്മമണാളനായി, ആത്മരക്ഷകനായി ക്രൂശിൽ മരിച്ച യേശുക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പും നിങ്ങളുടെ ജീവിത സഖിയെ തിരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പുമാണ്. ക്രൂശിൽ മരിച്ച നസ്രയനായ യേശുവിനെ തിരഞ്ഞെടുക്കുന്നതിൽ, ആത്മസഖിയായി തിരഞ്ഞെടുക്കൽ നിങ്ങൾ പരാജയപ്പെട്ടിയാൽ നിങ്ങളുടെ നിത്യത പാഴാകും. ജീവിത സഖിയെ തിരഞ്ഞെടുക്കുന്നതിൽ പരാജയം പറ്റിയാൽ നിങ്ങളുടെ പുരുഷായുസ് പാഴാകും. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഒന്ന്, തെരഞ്ഞെടുപ്പ് നന്നാകണം. തെരഞ്ഞെടുപ്പ് നന്നാകണമെങ്കിൽ പ്രാർത്ഥിച്ച് തെരഞ്ഞെടുക്കണം. ദൈവാത്മ ഗൈഡൻസിനായി കാത്തിരിക്കണം. നമ്മുടെ മഹാത്മാഗാന്ധി, രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞു, ഇനിയൊരായുസുണ്ടെങ്കിലും എൻ്റെ ഭാര്യ കസ്തൂർബ എൻ്റെ ഭാര്യ ആയിരിക്കണം. ഇവിടെ ഇരിക്കുന്ന അച്ചായന്മാരോട്, അമ്മാമ്മമാരോട് ഇനിയൊരായുസുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഭാര്യയുടെ പൊറുക്കാൻ തയ്യാറാണെന്ന് ചോദിച്ചാൽ ഇവിടെ കല്യാണം ഉണ്ടില്ലേലും വേണ്ടില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി ഓടാൻ സാധ്യതയുണ്ട്. പിന്നെ ചെറുപ്പക്കാർ പിള്ളേർ പറയുന്നത്, പാസ്റ്റർ റിജു, എൻ്റെ സ്വപ്നത്തിലെ ഭാര്യയല്ല എനിക്ക് കിട്ടിയെന്നാ. എൻ്റെ സ്വപ്നത്തിലെ മക്കളെ, എബിൻദാസേ മോനെ, എൻ്റെ മോൻ്റെ പേര് എബിനെന്നാ. ആ ഇരിപ്പൊക്കെ കണ്ടോ, എന്ത് ഗമേലായിരിക്കും. മോനെ, സ്വപ്നത്തിലെ പെണ്ണും പിള്ള ആർക്കും കിട്ടിയിട്ടില്ല, എനിക്കും കിട്ടിയിട്ടില്ല. ഒരു 70-80% റെഡിയാകും, ബാക്കി ഒപ്പിച്ചോണം. കേരളത്തിലെ വലിയ മെത്രാപ്പോലിത്ത, സഭകൻ മെത്രാപ്പോലിത്ത, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം വലിയ തമാശക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു പുതുമരിശീലക്കാരൻ വന്ന് പറഞ്ഞു, തിരുമേനി, എൻ്റെ മോനൊരു പെണ്ണിനെ വേണം. പെണ്ണ് 5 അടി 5 ഇഞ്ച് വേണം, ആപ്പിളിൻ്റെ കളറായിരിക്കണം, ഡോക്ടറായിരിക്കണം. എബിനേതായാലും അതെല്ലാം ഒത്തു കിട്ടിയിട്ടുണ്ട്. 50 ലക്ഷം സ്ത്രീധനം വേണം. അത് കിട്ടിയോന്ന് എനിക്കറിയത്തില്ല. നല്ല കുടുംബക്കാരിയായിരിക്കണം. ഇത്രയും പറഞ്ഞപ്പം തിരുമേനി പറഞ്ഞിടൂ, അങ്ങനൊരു പെണ്ണുണ്ട്, ഞാൻ ഈ കാഷായം ധരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുമെന്ന്. അങ്ങനൊന്നുമില്ല. അതുകൊണ്ട് സ്വപ്നത്തിലെ കിട്ടിയില്ലെന്നും പറഞ്ഞൊന്നും പരാതിപ്പെടരുത്. പിന്നെ ഒരു കാര്യം ഇവിടെ പറയാം, നിങ്ങൾ കേൾക്കൂ. ഈ മലയാളത്തിൽ കുടുംബം, ഭവനം 2 പദമാണ്. സമയത്ത് ഞാനും ഭയപ്പെടുന്നുണ്ട്. ഭവനത്തിന് 3 വാക്കാ. ഭവനം. ഭവനത്തിന്റെ ഭ മാറിയാൽ
വനമാകും. ഭവനം വനമാകാൻ അധികം നേരം വേണ്ട. ഭവനത്തിൽ ഒന്നൊന്നിനെ ആശ്വസിപ്പിക്കുന്നു, ഒന്നൊന്നിനെ ധൈര്യപ്പെടുത്തുന്നു, ഒന്നൊന്നിന്റെ കണ്ണുനിരപ്പുന്നു, ഒന്നൊന്നിനെ തീറ്റിപ്പോറ്റുന്നു. എന്നാൽ വനത്തിൽ ഒന്നൊന്നിനെ കീഴടക്കുന്നു, ഒന്നൊന്നിനെ ആക്രമിക്കുന്നു, ഒന്നൊന്നിനെ ഇരയാക്കുന്നു. ദൗർഭാഗ്യവശാൽ കേരളത്തിലും തമിഴ്നാട്ടിലും ഭവനങ്ങൾ കുറയുകയും വനങ്ങൾ കൂടുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ നിങ്ങളുടെ വീട് വനമാണോ ഭവനമാണോ ചിന്തിക്കണം. എനിക്ക് ഈ കല്യാണം ചുമ്മാ കൈപിടിച്ച് കൊടുക്കാനൊക്കത്തില്ല. ഒരു കാര്യൂടെ ഞാൻ ചെറുപ്പക്കാരോട് പറയാം. ചെറുപ്പക്കാരോട് വന്നിട്ടുണ്ടല്ലോ, അത് മക്കളെ, ഈ മോനെ ഇവിടെ കൊണ്ടു നിർത്തിയതുപോലെ, ഈ മോളെ ഇവിടെ കൊണ്ടു നിർത്തിയ പോലെ നിന്റെ അപ്പൻ ആഗ്രഹമുണ്ട്, നിന്റെ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്, അന്തസ്സായി നിന്റെ കല്യാണം നടത്തണമെന്ന്. നീ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടത് അപ്പനെ കരയിപ്പിച്ചാകരുത്, അമ്മയെ അപമാനിച്ചാകരുത്, ദൈവസഭയുടെ തല കുനിപ്പിച്ചാകരുത്. കഴിഞ്ഞ 3 മാസം കൊണ്ട് കേരളത്തിലെ കോടതി വരാന്തയിൽ 58 പിതാക്കന്മാർ കാർഡിയാക് അറസ്റ്റ് വന്ന് വീണു. മോളെ കാണാനില്ല, മോനെ കാണാനില്ല, മിസ്സിംഗ്. കേസ് കൊടുത്തു. കോടതി വരാന്തയിൽ 2 പേരും വന്നു. 20 വർഷം ഒരപ്പൻ നൽകുന്ന സ്നേഹം, 25 വർഷം ഒരു അമ്മ നൽകുന്ന സ്നേഹം, ഒരു ചെറുക്കൻ പല്ലിളിച്ച് കാണിച്ചാൽ, ഒരു പെണ്ണ് കണ്ണടച്ച് കാണിച്ചാൽ അവന്റെ പുറകിന് പോകുന്ന കാലമാണ്. കോടതി വരാന്തയിൽ വെച്ച ജഡ്ജി ചോദിച്ചു, 20 വർഷം നിന്നെ പോറ്റി പുലർത്തിയ, 25 വർഷം നിന്നെ വളർത്തി വലുതാക്കി അപ്പനെ വേണോ അമ്മയെ വേണോ? നിർദാക്ഷിണ്യം പറഞ്ഞു വേണ്ടാന്ന്. അപ്പനെ വേണ്ട, അമ്മയെ വേണ്ട. മക്കളെ, ഒന്നുകൂടെ പറയാം, വിവാഹ ജീവിതത്തിലേക്ക് നീ പ്രവേശിക്കേണ്ടത് അപ്പനെ കരയിപ്പിച്ചാകരുത്, അമ്മയെ വേദനിപ്പിച്ചാകരുത്, ദൈവസഭയെ അപമാനിച്ചാകരുത്, അവരുടെ അംഗീകാരത്തോടെ ആയിരിക്കണം. സന്തോഷമുള്ളവരെന്ന് കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ. മകളെ, ആദ്യത്തെ കല്യാണം ദൈവദാസൻ പറഞ്ഞ് ആശീർവദിച്ച സ്വർഗത്തിലെ ദൈവമാണ്. അവിടെ പുടവോടുപ്പും പൂമാലയിടിയിലും മോതിരം കൈമാറ്റവും ഒന്നുമില്ലായിരുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ലെന്ന് ദൈവം കണ്ടു. അവന് തക്കതായ തുണയെ ഉണ്ടാക്കി കൊടുക്കും ദൈവം പറഞ്ഞു. തക്കതായ തുണ, അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. ഇണയുണ്ട്, തുണയുണ്ട്, തക്ക തുണയുണ്ട്. ചിലർക്ക് ഇണയെ കിട്ടി, ചിലർക്ക് തുണയെ കിട്ടി, ചിലർക്ക് തക്ക തുണയെ കിട്ടി. മോളെ, നീ ഒരു തക്ക തുണയായിരിക്കണം, തക്ക തുണയായിരിക്കണം, തക്ക തുണയായിരിക്കണം. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, പ്രേമം യോജിപ്പിക്കുന്ന വിഭാഗമുണ്ട്, സൗന്ദര്യം യോജിപ്പിക്കുന്ന വിഭാഗമുണ്ട്, ധനം യോജിപ്പിക്കുന്ന വിഭാഗമുണ്ട്, ദൈവം യോജിപ്പിക്കുന്ന വിഭാഗമുണ്ട്. ദൈവം യോജിപ്പിക്കുന്ന വിഭാഗത്തിന് ദൈവം ഉത്തരവാദിയായിരിക്കും. മക്കളെ, എല്ലാം തകരും, എല്ലാം ഉടയും. എന്നാൽ കരഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്, പ്രാർത്ഥിച്ചാരംഭിക്കുന്നത് തകരുവാൻ ദൈവം ഇടവരുത്തത്തില്ല. ഹോഷമ, ഇത് കരഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നുണ്ട്, പ്രാർത്ഥിച്ചാരംഭിക്കുന്നുണ്ട്. കയ്യൊന്നടിച്ചോ, വായം തുറന്നോ. ഇത് തകരത്തില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കൈയടിച്ച് വാ തുറന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ആദ്യത്തെ കല്യാണം നടത്തിയത് സ്വർഗത്തിലെ ദൈവമാണ്. എന്നിട്ട് അവരെ നോക്കി പറഞ്ഞു, നല്ലത്, നല്ലത്. മോനെ, നിങ്ങൾ എന്നെ നോക്കുന്നു? ഈ കല്യാണത്തിന് വന്ന പലരും പലതും നല്ലതാന്ന് പറയും. ഓഡിറ്റോറിയം നല്ലത്, പൂ നല്ലത്, പ്രസംഗം നല്ലത്, സ്റ്റേജ് നല്ലത്, ദൈവദാസൻ ലീഡിങ് നല്ലത്, ശാപ്പാട് നല്ലത്. അവര് പോവും. പക്ഷെ സ്വർഗത്തിലെ ദൈവം നിന്നെ നോക്കി നല്ലതെന്ന് പറയണം. ദൈവം നിന്റെ പങ്കാളിയെ നോക്കി നല്ലതെന്ന് പറഞ്ഞാൽ, ലോകത്താരെല്ലാം കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലും അത് നല്ലതായിരിക്കും. ദൈവം കൊള്ളില്ലെന്ന് പറഞ്ഞാൽ, ആരെല്ലാം കൊള്ളാമെന്ന് പറഞ്ഞാലും അത് കൊള്ളില്ല. മക്കളെ, ഒന്നുകൂടെ നോക്കിയേ. ഇപ്പം മാത്രമല്ല, 25 വർഷം കർത്താവ് വരാൻ താമസാൽ കഴിഞ്ഞാലും നിങ്ങളെ നോക്കി സ്വർഗത്തിലെ ദൈവം നല്ലതെന്ന് പറയണം. എനിക്ക് ഇച്ചിരി നേരം നിങ്ങളുടെ ഇരിപ്പോൾ കണ്ടിട്ട് പ്രസംഗിക്കണമെന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും കുറച്ചുകൂടെ കേൾക്കേണ്ടതാണ്. സമയം പോയി. ആ കുടുംബം തകരാൻ കാരണം ചെയ്യേണ്ട പലതും അവർ ചെയ്തില്ല, ചെയ്യരുതാത്ത പലതും ചെയ്തു. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതം തകരാതിരിക്കാൻ ഇവർ പറഞ്ഞൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ട ചിലതുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത ചിലതുണ്ട്. ചെയ്യാൻ പാടില്ലാത്ത 10 കാര്യമുണ്ട്, അതിൽ 2 കാര്യം പറയാം, നേരമില്ലാത്തതുകൊണ്ടാണ്. ചെയ്യേണ്ട 7 കാര്യവും പറഞ്ഞിട്ട് നിർത്തും. നിങ്ങൾക്കൂടി ഇത് പ്രയോജനപ്പെടും. 1, തമ്മിൽ കുറ്റപ്പെടുത്തരുത്. ഇന്നത്തെ മണവാളൻ വളരെ സുന്ദരനായിരിക്കുന്നു, എബിൻ ദാസ്. ആ താടി ഫ്രഞ്ച് താടിയാണോ ഉശാൻ താടിയാണോ നന്നായി ചേരുന്നുണ്ട്. ഇന്നത്തെ മണവാട്ടി ഡോക്ടർ ഹക്സമോൾ സുന്ദരിയായിരിക്കുന്നു, നല്ലൊരു കിരീടമൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്.
ഇവിടെ കുശുമ്പാണോ? മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഒരു സുന്ദരനെയും സുന്ദരിയും കണ്ടിട്ട് എന്താ കൈയടിക്കാത്തത്? ഓക്കെ മക്കളെ, കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര ധൃതിയായിരിക്കും. ഇവരെല്ലാം നിങ്ങളെ ബുക്ക് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. പുഷ്പക വിമാനത്തിലായിരിക്കും യാത്ര. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഫിഷ് മോളിയും ഒക്കെ ഒരുക്കി വെച്ച് വിളിക്കും. ഡയറി മുഴുവൻ കൊടുത്തോണം, പോയി ചപ്പ അടിച്ചോണം. കുറേ നാളത്തേക്ക് പുഷ്പക വിമാനത്തിലായിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പം വിമാനം ലാൻഡ് ചെയ്യും. അപ്പം വിരുന്ന് വിളിയില്ല, ഫ്രൈഡ് റൈസും ഇല്ല, ചില്ലി ചിക്കനും ഇല്ല. അക്സമോൾ ഉണ്ടാക്കി തരുന്നതൊക്കെ കഴിക്കണം. അല്ല, ഉണ്ടാക്കാനൊക്കെ അറിയാവോ? യൂട്യൂബ് ഉണ്ടല്ലോ. അപ്പം പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കും. കേൾക്കുന്നുണ്ടോ? പ്രശ്നം ഉണ്ടാകത്തില്ലെന്നും പറഞ്ഞ് ആരും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കരുത്. ഭാര്യയുമായി വഴക്കൂടാത്ത ഭർത്താക്കന്മാരാരേലും ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ, ഏതെങ്കിലും അച്ചായൻ എഴുന്നേറ്റ് നിന്നാൽ 2024 ഏറ്റവും നല്ല ഞൊണയനുള്ള അവാർഡ് ആ പുള്ളിക്ക് കൊടുക്കണം. കുടുംബമാണോ? പ്രശ്നമുണ്ട്. പണ്ട് കൊച്ചു വിദേശി പ്രസംഗിച്ചുകൊണ്ട് ഇന്നിപ്പം ചോദിച്ചു, ഭാര്യയുമായി വഴക്കൂടാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന്. ഒരച്ചായൻ എഴുന്നേറ്റ് നിന്നു. കൊച്ചു വിദേശി ചോദിച്ചു, എത്ര നാളായടാ കല്യാണം കഴിച്ചിട്ടെന്ന്. അവൻ പറഞ്ഞു 2 ദിവസമായെന്ന്. അടികൂടാൻ തുടങ്ങിയില്ലല്ലോ. മക്കളെ, പ്രശ്നം ഉണ്ടാവും, പ്രതിസന്ധിയൊക്കെ ഉണ്ടാവും. പക്ഷെ തമ്മി കുറ്റപ്പെടുത്തരുത്. എബിമോൻ പറയരുത്, എത്രയോ നല്ല കല്യാണം ആലോചിച്ചതാ, ഇവളെ കിട്ടിയത് എൻ്റെ കഷ്ടകാലമായെന്ന് പറയരുത്. പ്രശ്നം ഉണ്ടാകും. മോളും പറയരുത്, എൻ്റെ അച്ചാച്ചന്മാരും എനിക്ക് വേണ്ടി നല്ലതൊക്കെ ആലോചിച്ചാൽ ഇതിയാൻ്റെ പുറകിന് ഇറങ്ങിയത് കഷ്ടകാലമായെന്ന് പറയരുത്. നിങ്ങൾ രണ്ടുപേരും മുട്ടിമേ നിൽക്കണം, കൈകോട് കൈകോർത്ത് പിടിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. മകളെ, ഒരു കുതിര 2 ടൺ ഭാരം വഹിക്കും. പക്ഷെ 2 കുതിര ചേർന്നാൽ 26 ടൺ ഭാരം വഹിക്കും. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കർത്താവ് ഉണ്ടെങ്കിൽ ഏത് ഭാരവും നിങ്ങൾക്ക് വഹിപ്പാൻ കഴിയും. ഒന്നുകൂടെ കൈയടിച്ചോ, സന്തോഷത്തോടെ ഉറങ്ങാതിരിക്കട്ടെ. ഓക്കെ. 2 10 പറയേണ്ടതാ. രണ്ടാമത്തെ കാര്യം ഇവരോട് മാത്രമല്ല, നിങ്ങളോടുമാ. ഭാര്യയെ, ഭർത്താവിനെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ദൈവം തന്നത് ഈ ഒരു 40-45 വയസ്സൊക്കെ കഴിയുമ്പോൾ ഈ അച്ചായന്മാരുടെയൊക്കെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. പിന്നെ നമ്മൾ TV തുറന്നാൽ TV മുഴുവൻ നമ്മൾ കാണുന്ന വെളവള വെളുത്ത പെൺപിള്ളാരാ അല്ലേ? TV കാണുമ്പോൾ നമുക്ക് തോന്നും ഇരുണ്ട കളറുകാരും കറുത്തവർ ഈ ഭൂമിയിൽ ഇല്ലെന്ന്. നിങ്ങൾ TV തുറന്ന് നോക്കുമ്പം വെളവള വെളുത്തിരിക്കുന്ന പെണ്ണ്, വട്ടമോഹം, പതുപതുത്ത കൈകൾ, ആപ്പിളിൻ്റെ കളറ്. നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് പോകുമ്പോൾ വട്ടമുഖത്തിന് ഒരു ഓവൽ ഷേപ്പ്, മുട്ടയുടെ ഷേപ്പ്. പതുപതുത്തിന് പകരം പരുപരുത്ത കൈകൾ. നിങ്ങൾക്ക് ദേഷ്യം വരും. സത്യത്തിലാണ്ട് അവരോട് ചോദിച്ചാൽ ഇത് മുഴുവൻ പുട്ടിയാ. ഇതിനു മുമ്പിൽ മുഖം കഴുകി കഴിയുമ്പോൾ അറിയാം മോളധികം പുട്ടിയൊന്നും അടിക്കാതെ വന്നതിനാ സ്തോത്രം. ഞങ്ങൾ ചില കല്യാണം നടത്തിയിട്ട് അടുത്ത ആഴ്ച സഭായത്തിന് വരുമ്പോൾ പാസ്റ്റർ ഇത് തന്നെയാണോ നടത്തിയെന്ന് ചിന്തിക്കും. പണ്ടൊരു കൊച്ചൻ പറഞ്ഞ് ഞാൻ കണ്ട പെണ്ണല്ലെന്ന്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? TV കാണുന്ന പെണ്ണ് കണ്ടില്ലേ? ഇപ്പോൾ ഒരു പ്രശ്നം കണ്ടില്ലേ? പെണ്ണിന് അഭിനയം തൊഴില. അവർക്ക് കറിക്കരിയണ്ട, തുണി അലക്കണ്ട, തീ ഊതണ്ട, വിറക് പെറുക്കണ്ട, കീറണ്ട. അപ്പൊ അതൊന്നും കുറവാ. പക്ഷെ നിന്റെ ഭാര്യയ്ക്ക് തുണി അലക്കണം, ഹാരവും സോപ്പ് വിട്ട്, കറിക്കരിയണം, തീ ഊതണം, എപ്പോഴും വിളവളായിരിക്കില്ല, കൈ പതുപതായിരിക്കില്ല, പരുപരുത്തിരിക്കും. TV കണ്ട പെണ്ണിനടുത്ത് ദൂരെ എറിഞ്ഞിട്ട് ദൈവം നിനക്ക് നൽകിയ സ്നേഹവാചനത്തിന്റെ കയ്യിൽ സ്നേഹത്തോടെ പിടിക്കുക. താരതമ്യം ചെയ്യരുത്. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറഞ്ഞേക്കാൻ, രണ്ടുപേരും ഒന്നിച്ച് ചൂടാകരുത്. ഈ കല്യാണത്തിന് തൊട്ട് മുമ്പ് അവൻ സംസാരിക്കുന്നു, അവള് കേൾക്കുന്നു. കല്യാണം അങ്ങോട്ട് കഴിഞ്ഞാൽ അവള് സംസാരിക്കുന്നു, അവൻ കേൾക്കുന്നു. കുറച്ചുകൂടെ കഴിയുമ്പോൾ അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നു, നാട്ടുകാർ കേൾക്കുന്നു. അങ്ങനെ ആകരുത്. രണ്ടുപേരും ഒന്നാ ചൂടാകരുത്. ഒരാൾ ചൂടാകുമ്പോൾ മറ്റേ തണുക്കണം, മറ്റേ ആൾ ചൂടാകുമ്പോൾ കുടുംബജീവിതം നന്നാകാനാ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് വേഗത്തിൽ പറയാം. 1, പ്രേ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവരോട് മാത്രമല്ല, അവിടെ പ്രേ ടുഗദർ. മക്കളെ, ഒന്നിച്ച് പ്രാർത്ഥിക്കണം. എത്ര തിരക്കുണ്ടായാലും. ഒരാൾ ഡോക്ടറും മോൻ എഞ്ചിനീയറാ അല്ലേ? മോനെ അയ്യാ, മോന് തിരക്കായിരിക്കും. പക്ഷേ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ഞാൻ ഈ ലോകം മുഴുവൻ പോയി. ഞാനും നമ്മുടെ ഇമ്മാനുവേലൂടെ കഴിഞ്ഞ മാസം മുമ്പ് ഓസ്ട്രേലിയയിലുണ്ടായിരുന്നു. അപ്പം ഞാൻ കണ്ട ഒരു കാഴ്ച, നമ്മുടെ മാതാപിതാക്കൾക്ക് കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇത് സത്യം പറയാം. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് കുടുംബ പ്രാർത്ഥനയില്ല, സന്ധ്യാപ്രാർത്ഥനയില്ല.
നേരെ സന്ധ്യയാകുമ്പോൾ ഏത് മതക്കാരനായാലും ഈ CSO CMSO പിള്ളേരെ വിളിച്ചിരുത്തി സന്ധ്യാപ്രാർത്ഥനയുണ്ടായിരുന്നു, പ്രഭാത പ്രാർത്ഥനയുണ്ടായിരുന്നു. അത് പോയി നിന്നോ. സന്ധ്യയ്ക്ക് പാടുന്ന പാട്ടൊക്കെ ഉണ്ട്. ആരും എനിക്കില്ലെന്നോ ഞാൻ പഠിക്കേ ഏകനായി തീർന്നുവെന്നോ, ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ, മാനസത്തീരാതി പൂണ്ടു സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ, സാധു അന്ധനായി തീർന്നിടല്ലേ എന്റെ ദൈവം, എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോ, എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോ, സാധു ഞാനീ ചോദി ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുന്നു, ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുന്നു. കരുണേശ പൊന്നുനാഥാ നീ എനിക്ക, ആമേശ കരുണേശ പൊന്നുനാഥാ നീ എനിക്ക, വേണ്ടതെല്ലാം ദയക്കോ നീ നൽകുമ്പോ, എന്റെ ഈ പാട്ടൊക്കെ നമ്മൾ പഠിച്ച വേഴ്സ് വീവിൽ നിന്നല്ല, സിയോൻ ഗീതാവിലി എന്നല്ല. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഇരുത്തി പാടി. കൂടെ ഇരുന്ന് പാടിയില്ലായിരുന്നെ അത്താഴം തരത്തില്ലായിരുന്നു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ വന്നിരിക്കുന്നവരിൽ ഇന്ന് രാവിലെ മക്കളോടുകൂടെ ഇരുന്ന് വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ച് എത്ര പേരുടെ ഇരിപ്പുണ്ട്? ഞാൻ കൈ പൊക്കാൻ പറയത്തില്ല, കൈ പൊക്കിയാൽ കൈ പൊങ്ങില്ല. ഇന്നലെ രാത്രിയിൽ നിങ്ങളുടെ മക്കളോടുകൂടെ ഇരുന്ന് വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ച് എത്ര ഇവിടെ വന്നിട്ടുണ്ട്? ആദാമേ നീ എവിടെ എന്ന് ചോദിക്കുമ്പോൾ നീ ആദാമേ നീ എവിടെ ആയിരിക്കേണ്ടവനാണെന്നാ. 8 മക്കളെവിടാ, 10 എവിടാ? ഇവിടെ വന്നതുകൊണ്ട് ഇതുകൂടെ നടക്കണം. ശാപ്പാടിച്ച് പോയാൽ പോരാ, ഇടിയപ്പെട്ട യാഗപീഠങ്ങൾ പണിയപ്പെടണം. മക്കളെ, നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്. പക്ഷെ ദൈവത്തിലെ അഭിഷക്തനായി ഞാൻ പറയാം, നിങ്ങളുടെ വീട്ടിൽ തീ കത്തിയില്ലെങ്കിലും ആരാധന തീ കത്താതിരിക്കരുത്. പുക ഉയർന്നില്ലെങ്കിലും പ്രാർത്ഥനയുടെ പുക ഉയരാതിരിക്കരുത്. എനിക്ക് കിട്ടിയൊരു മെസ്സേജ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. A shortest distance between a problem and solution is the distance between your knees and the floor. A man who kneels before God can stand up to any problem. നിങ്ങളും നിങ്ങളുടെ പ്രശ്നവും തമ്മിൽ അകലം, നിങ്ങളുടെ മുട്ടും തറയും തമ്മിലെ അകലമാണ്. പ്രാർത്ഥിക്കുന്ന മുമ്പിൽ ചെങ്കടൽ 2 പിളരും. പ്രാർത്ഥിക്കുന്ന മുമ്പിൽ എരിഹോ കോട്ട ഇടിഞ്ഞ് താഴെ വീഴും. പ്രാർത്ഥിക്കുന്ന മുമ്പിൽ യോർദാൻ 2 ഒഴുകി മാറും. പ്രാർത്ഥിക്കുന്ന വേണ്ടി തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം ചാടി പുറപ്പെടും. വിശ്വസിക്കുന്നവർ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാൽ പ്രാർത്ഥിക്കുന്നവൻ ഏത് പ്രശ്നം നിൽക്കാൻ കഴിയും. മക്കളെ, പ്രാർത്ഥന മുടങ്ങരുത്. 2, റീഡ് ടുഗദർ. എന്താ വായിക്കേണ്ടത്? ഷോർട്ട് സ്റ്റോറി, ലോങ് സ്റ്റോറിയുമല്ല. നിങ്ങൾ 2 പേരും നിങ്ങളുടെ ഇരിക്കുന്ന ബൈബിൾ ഉയർത്തിപ്പിടിക്കൂ. 2 പേരും ഞാൻ പറയുന്നത് ഉയർത്തിപ്പിടി. മക്കളെ, എല്ലാം ഫോക്കസ് ചെയ്ത് ഇങ്ങോട്ടൊന്ന് പിടിച്ചോ. എല്ലാവരും കാണട്ടെ. മക്കളെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അതിപ്രധാനമായ നിമിഷത്തിൽ വിശുദ്ധ ബൈബിളുമായി വന്ന് നിങ്ങളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഒരു വ്യക്തി പുസ്തകത്തെ ഉയർത്തിയാൽ ആ വ്യക്തിയെ പുസ്തകം ഉയർത്തും. ഒരു കുടുംബം ഈ പുസ്തകത്തെ ഉയർത്തിയാൽ ആ കുടുംബത്തെ പുസ്തകം ഉയർത്തും. ഒരു സമൂഹം ഈ പുസ്തകത്തെ ഉയർത്തിയാൽ ആ സമൂഹത്തെ പുസ്തകം ഉയർത്തും. നമ്മുടെ സകല ഉയർച്ചയ്ക്കും കാരണം ഈ പുസ്തകമാണെന്ന് പറയാൻ തൻ്റെ ഇടമുള്ളവർ ഒരിക്കൽ കൂടെ ശക്തിയോടെ സ്തോത്രം പറയും. ഇരുപത്താത്തിക്കോ മക്കളെ, അപ്പന്മാർക്ക് അറിയാതിന്റെ വില, അത് അവരാത്മാവിൽ ആരാധിക്കുന്നു. നിങ്ങളുടെ അപ്പന്മാർ ഈ പുസ്തകം എടുത്ത് തന്നെ മാന്യതയുള്ളെന്ന് ഓർത്തോണം. ഡോക്ടർ എഡ്വിൻ കോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഈജിപ്തിലെ പിരമിഡിനേക്കാൾ മനോഹരമായ നയാഗ്ര വെള്ളച്ചാട്ടത്തെക്കാൾ ഹാങ്ങിങ് ഗാർഡനേക്കാൾ മനോഹരമായ ഒരു കാഴ്ച ഈ ഭൂമിയിലുണ്ട്.
അതൊരു പുരുഷൻ തൻ്റെ ഭാര്യയോടുകൂടെ ഇരുന്ന് മക്കളോട് ഇരുന്ന് വിശുദ്ധ ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ്. ആ മനോഹര കാഴ്ച നിങ്ങളുടെ വീട്ടിലെന്തും കാണണം. അറ്റൻഡിനെ ടുഗദർ വിവരിക്കേണ്ടതാ. ഒരാളിൻ്റെ ശമ്പളം കൊണ്ട് ജീവിക്കേണ്ടി വന്നാലും, ഞായറാഴ്ച ഇരട്ടി ഡോളർ കിട്ടിയാലും പൗണ്ട് കിട്ടിയാലും ആരാധന മുടക്കി പോകരുത്. നിങ്ങളെ അപ്പനും അമ്മമാർ പഠിപ്പിച്ച അതാ. കുറച്ച് കിട്ടിയാൽ മതി. എന്തിനാ ഈ ആർത്തി? എവിടെ കൊണ്ടുപോകാനാ ഇതല്ല? എന്ന് മക്കളെ, സൺഡേയിൽ ആരാധനയ്ക്ക് പോകണം. വിശുദ്ധ ബൈബിൾ പറയും, നീ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ വിശുദ്ധ ദിവസം ബഹുമാനയോഗ്യമെന്ന് കണ്ട് കാലടക്കി വെച്ചാൽ 10 കാര്യം പറയുന്നുണ്ട്. ഒന്ന്, ഞാൻ ഉന്നതങ്ങളിൽ വാഹനമേറി ഓടിക്കുമാറാം. നിന്റെ പിതാക്കന്മാർ അറിയാത്ത നന്മ കൊണ്ട് പോഷിപ്പിക്കും. നീ വിളിക്കും, ഞാൻ ഉത്തരമരുളും. നീ നിലവിളിക്കും, ഞാൻ ഇതാ വരുന്നരുളി ചെയ്യും. അടുത്ത കേൾക്കണോ? നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. തലമുറയായി ശൂന്യമായി കിടന്നത് നിന്റെ തലമുറ കെട്ടിപ്പോക്കും എന്ന് പറഞ്ഞാൽ, നീ ദൈവത്തെ സേവിച്ചാൽ നിന്റെ ആയുസിൽ നിന്നെ കൊണ്ട് സാധിക്കാത്തത് നിന്റെ തലമുറയെ കൊണ്ട് ദൈവം സാധിപ്പിക്കും. നിനക്ക് പോകാൻ കഴിയാത്ത ഇടങ്ങളിൽ ദൈവം നിന്റെ തലമുറ അയക്കും. നിനക്ക് ഉയർത്താൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ നിന്റെ തലമുറ യേശുവിന്റെ നാമത്തെ ഉയർത്തും. ഏതാവരും ശക്തിയോടെ ഒന്നുകൂടെ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചോ. ഇത് തുടങ്ങിയപ്പോ മുതൽ ആത്മസാന്നിധ്യം ഉണ്ട് ഇവിടെ. ഹല്ലേലൂയ. മക്കളെ, നിങ്ങൾ ഡോക്ടറായതിലോ എഞ്ചിനീയർ ആയതോ കാനഡയിൽ പോയതോ ഒന്നുമല്ല ഞങ്ങളുടെ അഭിമാനം. ഞങ്ങളുടെ അഭിമാനം നിങ്ങൾ ഈ വേദപുസ്തകം നെഞ്ചോടി ചേർത്ത് പിടിക്കുന്നതാ. നിറകണ്ണോട് അപ്പച്ചൻ ഇരിക്കുന്നതാണ്ടോ? ഊത് പ്രകാശിക്കുന്നു. എന്താ ഈ ഭക്തനായി യാക്കോബ് ഒരിക്കൽ പറഞ്ഞു, യാക്കോബ് എൻ്റെ കൂടെ ഇല്ല, യോസഫൻ്റെ കൂടെ ഇല്ല, ബെന്യാമീനെ നിങ്ങൾ കൊണ്ടുപോകുന്നു, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ തലമുറയുടെ നന്മ ഞാൻ കാണില്ല. ആ വയോവൃദ്ധൻ ഒരിക്കൽ പറഞ്ഞു, യോസഫിന്റെ സന്താനത്തെ ഈ അഭിഷക്തൻ അനുഗ്രഹിക്കുന്ന ഒരു രംഗമുണ്ട്. അത് കാണുമ്പോൾ വായിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയച്ചാ. എന്തെന്നറിയാമോ? യോസഫിന്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ യാക്കോബ് പറഞ്ഞു, മകനെ യോസഫേ, നിന്നെ കാണാവുന്ന പോലെ ഞാൻ ചിന്തിച്ചതല്ല, നിന്റെ സന്താനത്തെയും കാണാൻ, സന്തതിയുടെ സന്തതിയെ കാണാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഈ രാത്രി ഈ പകൽ ഞാൻ പ്രവചിക്കുന്നു, നിന്റെ തലമുറയുടെ നന്മ പോലും നിന്നെ കാണിക്കത്തില്ലെന്ന് ദുഷ്ടപിശാച് പറയുന്നെങ്കിൽ നിന്റെ സന്താനത്തിന് നന്മ കാണാൻ ദൈവം നിനക്ക് ഭാഗ്യം തരും. മകളെ, ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളോടാമല്ല എല്ലാവരോടുവാ. ദൈവത്തിന് വേണ്ടിയുള്ള ഇന്നത്തെ നിങ്ങളുടെ നഷ്ടങ്ങൾ നാളത്തെ വലിയ നേട്ടങ്ങളാണ്. ദൈവത്തെ മാറ്റി നിർത്തിയുള്ള ഇന്നത്തെ നേട്ടങ്ങൾ നാളത്തെ വലിയ നഷ്ടങ്ങളാണ്. എല്ലാ പെന്തക്കോസുകാരായ പിള്ളേരോടും ഞാൻ പറയാ, ദൈവത്തെ മാറ്റി നിർത്തിയുള്ള ഇന്നത്തെ നിന്റെ നേട്ടങ്ങൾ നാളത്തെ വലിയ നഷ്ടങ്ങളാ. ദൈവത്തിന് വേണ്ടിയുള്ള ഇന്നത്തെ നിന്റെ നഷ്ടങ്ങൾ നാളത്തെ നേട്ടങ്ങളാണ്. മേക്ക് ഡിസിഷൻ ടുഗദർ. വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. ഒന്നിച്ച് തീരുമാനമെടുക്കുക. ഏതെനിൽ പറ്റിയ തെറ്റ്, പാമ്പ് വന്നപ്പോൾ ഹൗവ പറയണമായിരുന്നു എനിക്കൊരു ഭർത്താവുണ്ട് ചോദിക്കട്ടെന്ന്, അല്ലെ പറയണമായിരുന്നു ഞാൻ ദൈവത്തോട് ചോദിക്കട്ടെന്ന്. അവൾ രണ്ടും ചെയ്തില്ല. മോളെ, ജീവിതത്തിലെ ഏത് ഗൗരവമായ തീരുമാനവും മോനോട് എബിൻദാസിനോട് ചോദിച്ച് എടുക്കാവൂ. ദൈവം മക്കളെ തരുമ്പം അവരോടും ചോദിക്കണം. ഒന്നിച്ച് തീരുമാനം എടുക്കണം. പല സിനിമാ നടിമാരുടെയും കുടുംബജീവിതം തകരാൻ കാരണം ആലോചനയില്ല, തന്നിഷ്ടക്കാരിയാ. ഇവിടെ ഇരിക്കുന്ന പല അച്ചായന്മാരും വീടും പറമ്പും വിൽക്കാൻ അഡ്വാൻസ് വായിച്ചിട്ട് വന്ന ഭാര്യ അറിയുന്നു. തീരുമാനം ഒന്നിച്ചായിരിക്കണം. മേക്ക് ഡിസിഷൻ ടുഗദർ, സ്റ്റേ ടുഗദർ. ഇതൊക്കെ വിവരിക്കേണ്ടതാണ്. ഒന്നിച്ച് വസിക്കുക. ഇത് 2 വിധത്തിലാണ്. ഞാൻ മുമ്പേ ഓർപ്പിച്ചു, 2 പേരും 2 ഇടത്താകരുത്. ഞാൻ മുമ്പേ പറഞ്ഞു, ഒരാളുടെ ശമ്പളം ഉള്ളതിൽ ഒരിടത്ത് വാർക്കണം. കുറച്ച് നാളത്തേക്കൊക്കെ മാറിയിരിക്കാം. ദൈവം നിങ്ങളെ ഒന്നിപ്പിച്ച കമ്പാനിഷിപ്പിന് വേണ്ടിയാണ്. എന്തിനീ പണമല്ല, ഇതൊക്കെ ഇട്ടിട്ട് പോകണം. അതുകൊണ്ട് നല്ല യൗവനം അവിടെ ഇവിടെയും കളയല്ല, എല്ലാവരോടും ആ പറയുന്നത്. ഒന്നിച്ചാ. പിന്നെ സ്റ്റേ ടുഗദർ, മരണം വരെ. ഞാൻ പിന്നെ പറയും, മരണം വരെ ഒന്നിക്കുക. പിന്നെ ലാസ്റ്റ് 2 അതിപ്രധാനമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പോകുകയാണ്. സ്റ്റേ ടുഗദർ പറഞ്ഞു കഴിഞ്ഞു. ലവ് ടുഗദർ, ഒന്നിച്ച് സ്നേഹിക്കുക. പാസ്റ്റർ എൻ്റെ സ്നേഹിതൻ അത് പറഞ്ഞു. സ്നേഹം, ഭർത്താവിൻ്റെ കടപ്പാട് സ്നേഹിക്കുക ഭാര്യയെ, ഭാര്യയുടെ കടപ്പാട് കീഴ്പ്പെടുക. സ്നേഹിക്കുന്ന ഭർത്താവും കീഴ്പ്പെടുന്ന ഭാര്യയുള്ള കുടുംബം അനുഗ്രഹിക്കപ്പെടും. സ്നേഹിക്കണം, 2 പേരോടും പറഞ്ഞ് സ്നേഹിക്കണമെന്ന്. എങ്ങനെ സ്നേഹിക്കണമെന്നാ? യേശു കർത്താവ് സ്നേഹിച്ചതുപോലെ.
യേശു കർത്താവ് എങ്ങനെയാ സ്നേഹിച്ചേ? നമ്മുടെ സൗന്ദര്യം കണ്ടല്ല, നമ്മുടെ പണം കണ്ടല്ല, നമ്മുടെ വിദ്യാഭ്യാസം കണ്ടല്ല. നിന്റെ ഭാര്യയ്ക്ക് സൗന്ദര്യം ഉണ്ടേലും ഇല്ലേലും, നിന്റെ ഭർത്താവിന് പണം ഉണ്ടേലും ഇല്ലേലും നീ അവളെ സ്നേഹിക്കണം. ഞാൻ ഒരു കാര്യം കൂടെ പറയാം മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് എത്ര ക്യാമറയാ? 1, 2, 4, എത്ര എണ്ണം എണ്ണാൻ വയ്യ, 5, 6 ക്യാമറ ഉണ്ട്. ഇത് മുഴുവൻ നിങ്ങളുടെ നേരെയാ. ഇത് കഴിഞ്ഞ് ഒരു സൂപ്പർ ആൽബം തരും. അത് കണ്ട് നിങ്ങൾ പോലും ഞെട്ടു, ഇത്രയും ഗ്ലാമർ ഉണ്ടോന്ന്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഈ ഇരിക്കുന്ന കക്ഷികളുണ്ടോ, ഇവരെല്ലാം ഇതുപോലെ ഇരുന്നവരാ. ഇവരുടെയൊക്കെ ആൽബം നോക്കി അവർ ഞെട്ടുക, ഇത്രയും സൗന്ദര്യം ഉണ്ടോന്ന്. അവരും ഇതുപോലെ ഇരുന്നവരാ. പക്ഷെ ഇപ്പോൾ ഓരോന്നിൻ്റെ പരുവം കണ്ടോ, ഇത്രയുള്ള സൗന്ദര്യം ഉണ്ട് മക്കളെ. കവളൊട്ടിയാലും കണ്ണു പിഴിഞ്ഞാലും പേഴ്സ് കാലിയായാലും കുറയാത്ത സ്നേഹമുള്ളവരായിരിക്കും. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, എല്ലാവരും നോക്കൂ, കെയർ യുവർ പേരൻസ് ടുഗദർ. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കണം, സ്നേഹിക്കണം, കരുതണം. ഞാൻ ഈ കല്യാണം നടത്തിയത് പറയാൻ നിർത്തത്തില്ല. മോനെ എബിൻ, എൻ്റെ മോൻ്റെ പേരാ, നിന്നെ ഞാൻ മറക്കില്ല, എബിൻ ദാസ്. ഈ മോൾ ഡോക്ടർ അക്ഷയ മോളെ, ഈ സുന്ദരിയെ, വെള്ളമൊക്കെ കുടിച്ചോ, കുടിച്ചോ കുടിച്ചോ കുടിച്ചോ. ഇത്തിരി വെള്ളമൊന്നും അവസാനം കുടിക്കരുത്, ഇപ്പം കുടിച്ചോ. ഓക്കെ, മോൻ കുടിക്കണം. മോനെ ഗൗരവം വിടരുത്. നോക്കൂ, ഈ സുന്ദരിയെ വളർത്തി പഠിപ്പിച്ച് ഡോക്ടറാക്കി നിന്റെ ഈ തരുമ്പോൾ ഈ അപ്പനും എന്തേ അമ്മയും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു പാഴ്സനേജിലെ അഭിഷക്തരുടെ ജീവിതം എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് എനിക്ക് അഭിമാനമുള്ളത്. നിങ്ങൾ പഠിച്ചത് 40 വർഷമായി, 4 പതിറ്റാണ്ടായി ഞാൻ സുവിശേഷം പ്രസംഗിക്കുക. ഈ മോളെ നിന്റെ ഈ തരുമ്പളേ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ മോളെപ്പം പപ്പയും മമ്മിയെ കാണാൻ ആഗ്രഹിച്ചാലും മോൻ വിടണം കേട്ടോ. കാനഡയിൽ നിന്ന് ഇപ്പോഴൊന്നും വരാനൊക്കത്തില്ല. അതുപോലെ മക്കളെ, അവർക്കൊത്തിരി ഉണ്ടോ അല്ലയോ എനിക്കറിയില്ല. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ പപ്പായ്ക്കും മമ്മിക്കും കൊടുക്കാൻ തീരുമാനിച്ചാൽ മോൻ തടയരുത്. സ്തോത്രം. അതുപോലെ മോളെ, ഈ സുന്ദരനെ ഈ പപ്പായും മമ്മിയും വളർത്തി പഠിപ്പിച്ച് നിന്റെ ഏൽപ്പിക്കുമ്പോഴേ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. മോൾ അവിടെ ചെല്ലുമ്പോൾ മോൾ നിമിത്തം ആ പപ്പയുടെയും മമ്മയുടെയും കണ്ണ് നിറയാൻ പാടില്ല. മോനോടും പറയാം, മോടെ കണ്ണ് നനയിക്കരുത്. വേദവസം പറയുന്നു, നിനക്ക് ദീർഘായുസ്സുണ്ടാകാം, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാം. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് എന്ത് ചെയ്യുമോ, നാളെ നിങ്ങളുടെ സന്താനങ്ങൾ അത് നിങ്ങളോട് ചെയ്തിരിക്കും. ഞാൻ നിങ്ങളെ രണ്ടുപേരെ നോക്കി, മക്കൾ രണ്ടുപേരും എന്നോട് പറഞ്ഞ്, പപ്പാമാർ രണ്ടുപേരും ഇവിടെ ഇരിപ്പുണ്ട്. സാധാരണ അങ്ങോട്ടാ നോക്കണ്ടേ ഇങ്ങോട്ടാ നോക്കണ്ടേ, ഇവിടെ സ്റ്റേജിലുണ്ട്. നന്നാൽ പപ്പാമാരെ, മമ്മിമാർ കരയുന്ന കണ്ടിട്ടുണ്ടല്ലേ? ഉണ്ട്. മമ്മിമാർ ചിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? പറഞ്ഞോ മോനെ. ഉണ്ട്. പപ്പാമാർ ചിരിക്കുന്ന കണ്ടിട്ടുണ്ടല്ലേ? പപ്പ കരയുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ അല്ലേ? പ്രാർത്ഥിക്കും. ഈ സഹോദരിമാർ വിചാരിച്ചേക്കുന്നത് ഞങ്ങൾ ആണുങ്ങൾ കരയത്തില്ലെന്നാ. കരയും. വളരെ പ്രശസ്തനായ ചാർലി ചാപ്ലിൻ പറഞ്ഞു, പെരുമഴ പെയ്യാൻ ഞാൻ നോക്കിയിരിക്കും, മഴയത്തിറങ്ങി ഞാൻ കരയും. ആരും കാണരുത്. ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കാം, പപ്പ ഉരുകുന്ന കണ്ടിട്ടുണ്ടോ? പപ്പാമാർ ഉരുകുന്ന ഉരുകും. ഇരിക്കുന്ന അപ്പാമാർ ഉരുകും. മൂത്ത മോള് പറയുന്നു ഫീസ് കൊടുക്കണം, ഇളയ മോള് പറഞ്ഞ് ചുരിദാർ വേണം, വാടകക്കാരൻ പറയുന്നു ഇപ്പം കാശ് തരണം. ഈ ഇരിക്കുന്നവരോടൊക്കെ ചോദിച്ചാൽ ഉരുക്കം അറിയാം, ഉരുക്കം. ആ ഉരുകുന്നത് അറിയുന്നവരതാണ്ട് അടുത്തിരിക്കുന്നവർ ഇവിടെ കണ്ണു നിറയുന്നുണ്ട്. ഭാര്യയ്ക്കറിയാം മനുഷ്യൻ ഉരുകുക. മക്കളെ, നിങ്ങളെന്ന് അനുഭവിക്കുന്ന തണൽ ഇന്നലെ നിന്റെ അപ്പൻ കൊണ്ട വെയിലാണ്. അവരെ വേദനിപ്പിക്കരുത്, അവരെ കരയിപ്പിക്കരുത്. ഇവരോടല്ല, എല്ലാവരോടും പറയുന്നത് കേട്ടോ. ബർത്ത്ഡേയുടെ ഡെഫിനിഷൻ പറയാൻ BBC ലോകത്തിലെ മഹാരഥന്മാരോട് പറഞ്ഞു. ഒത്തിരി പേര് ഡെഫിനിഷൻ കൊടുത്തു. നമ്മുടെ പ്രസിഡന്റ് അബ്ദുൽ കലാം സാറ് പറഞ്ഞു, ഡെഫിനിഷൻ വായിച്ച് ഞാൻ കരഞ്ഞു. എൻ്റെ മുഖത്തോട് നോക്കിയേ, ആ ഡെഫിനിഷൻ കേൾക്കണോ? നീ കരഞ്ഞപ്പോൾ നിന്റെ അമ്മ ചിരിച്ച ഒരേ ഒരു ദിവസം, അതാണ് ബർത്ത്ഡേ. നീ
കരഞ്ഞപ്പോൾ നിന്റെ അമ്മ ചിരിച്ചു. ബാക്കി എല്ലാ സമയവും മക്കളെ നീ കരയുമ്പോൾ അമ്മ കരയുക, അപ്പം കരയുക. ഈ അമ്മയാണോ വഴിയിൽ ഇറക്കി വിടുന്നത്? ഈ അപ്പനെയാണോ? ഈയിടെ എനിക്കൊരു കിട്ടി. തൊട്ടിലുണ്ടായിട്ടും നെഞ്ചിലുറക്കിയ അമ്മയെ കട്ടിലുണ്ടായിട്ടും വഴിയിലിറക്കി വിടരുതെന്ന്. ഇതൊക്കെ ഞങ്ങൾ ഇവിടെ പ്രസംഗിച്ചില്ല. എവിടെ പ്രസംഗിക്കുന്നത്? അനാഥശാലയിൽ ചെന്നാൽ അനാഥരെ അവിടെ ഉള്ളൂ, പാമക്കട മക്കളെ അവിടെ ഉള്ളൂ. എന്നാൽ ഓൾഡ് ഏജ് ഹോമിൽ ചെന്നാലോ? പറ ഫാസ്റ്റ്. ഓൾഡ് ഏജ് ഹോമിൽ ചെന്നാലോ സമ്പന്നരുടെ അപ്പനും അമ്മേ. ഞാൻ വാക്ക് പറഞ്ഞ് നിർത്തട്ടെ, എന്നെ നോക്കിക്കേ. ഒരു ബസ്സിൽ ഒരു പെങ്കൊച്ചി യാത്ര ചെയ്യാണ്. ഒരു അമ്മച്ചി ഇടയ്ക്ക് കയറി വന്നിരുന്നു. ഒരു സീറ്റുണ്ട്, കൂടെ ഒരു പെട്ടിയും കൂടെ ഉണ്ട്. അത് വെച്ചിട്ട് ഈ കൊച്ചിനെ തെള്ളാൻ തുടങ്ങി. ആളുകൾ ചോദിച്ചു, ഇവിടെ ഈ കൊച്ചേ ഈ തള്ളയോട് പറയരുതോ പെട്ടി താഴെ വെച്ചിട്ടിരിക്കാൻ മര്യാദയ്ക്ക്. കുറച്ച് കഴിഞ്ഞാൽ പെങ്കൊച്ച് പറഞ്ഞു, ഞാനിതിൽ യാത്രക്കാരിയാ, ഈ അമ്മ യാത്രക്കാരിയാ. ഒന്നുകിൽ ഞാൻ ആദ്യം ഇറങ്ങും, അല്ലെ അമ്മ ആദ്യം ഇറങ്ങും. ഞങ്ങളാരാണ് ആദ്യം ഇറങ്ങുന്നതെന്ന് അറിയില്ല. ഞങ്ങൾ ഒന്നിച്ചതിനകത്ത് അല്പനിമിഷമേ ഉള്ളൂ. ഈ അല്പനിമിഷം വഴക്കുണ്ടാക്കാനുള്ളതല്ല. നിന്റെ അപ്പൻ എത്ര നാൾ നിന്റെ ഉള്ളതെന്ന് അറിയാമോ? നിന്റെ അമ്മ എത്ര നാളുണ്ടെന്നറിയാമോ? പാസ്റ്റർ എത്ര നാൾ കാണും? വഴക്കുണ്ടാക്കരുത്, സ്വസ്ഥം നൽകാം. മക്കളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ മർമ്മം വലിയത്. ഈ മണവാളൻ മറ്റൊരു മണവാളനും എഴുന്നേറ്റ് ഒരു കർത്താവിൻ്റെ വരവൊക്കെ രണ്ട് പാട്ട് പാടി നമുക്ക് കല്യാണത്തിലേക്ക് കയറാം. പാസ് പറഞ്ഞ സമയത്ത് നിൽക്കും നമ്മൾ, ഒന്നും പാരപ്പണ്ട. ഈ മണവാളൻ മറ്റൊരു മണവാളനും, ഈ മണവാട്ടി മറ്റൊരു മണവാട്ടിക്കും നിഴൽ, ഈ കല്യാണം മറ്റൊരു കല്യാണത്തിന് നിഴൽ. നാം സന്തോഷിച്ചുള്ള ദൈവത്തിന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നു. മനുഷ്യവർഗത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ അവസാനത്തുള്ള രക്തം വരെ ഊറ്റി നൽകിയ നസ്രയനായ യേശു ക്രിസ്തുവിന് വേദപുസ്തകം നൽകുന്ന അനേക വിശേഷ നാമമുണ്ട്. അതിലൊരു വിശേഷ നാമമാണ് കുഞ്ഞാട്. കുഞ്ഞാട് രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയ്ക്ക് അനേക വിശേഷനാമമുണ്ട്. അതിലൊരു വിശേഷ നാമമാണ് കാന്ത. യേശു ക്രിസ്തുവാകുന്ന മണവാളൻ തന്റെ ചങ്കിലെ ചോരയാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവസഭയെ വേളി കഴിപ്പാൻ ഇറങ്ങി വരുന്നു. അതാണ് സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു മടങ്ങി വരാറായി. വിശ്വസിക്കുന്നവർക്കായി ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയൂ. കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താട്ട്. സുഹൃത്തെ, നീ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, നീ അംഗീകരിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, വിസങ്ങൾ സ്വപ്നം കാണും സുന്ദര രാജ്യം സ്ഥാപിപ്പാൻ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ മരിച്ച ക്രിസ്തു, കല്ലറടക്കം ചെയ്യപ്പെട്ട ക്രിസ്തു, കല്ലറയെ തകർത്തുയർത്തേറ്റ നസ്രയനായ യേശു രാജാതിരാജാവായി മടങ്ങി വരാൻ പോകുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങുക. ഈ വീഡിയോഗ്രാഫി ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, യേശു മടങ്ങി വരാറായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങുക. ഒരു 2-3 സ്റ്റാൻസ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു പ്രത്യാശകാരനോട് പാടാൻ പോവുകയാണ്. എല്ലാവർക്കും കൈയടിക്കണമെങ്കിൽ കൈയടിക്കാം, കുഴപ്പമൊന്നുമില്ല. ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. നമുക്ക് എല്ലാവരും ദൈവത്തെ സ്തുതിക്കുക. അതിനുശേഷം അനുഗ്രഹീതനായ ദൈവദാസൻ പ്രാർത്ഥിക്കും. ഞാൻ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ പോവുകയാണ്. യെസ്, പഠിക്കും. കർത്താവു തങ്കംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും കർത്താവു തങ്കംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുന്നു. സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുന്നു. എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. ഈ പാട്ട് നമ്മളൊന്ന് ചേർന്ന് കരങ്ങളെ തട്ടി ഒന്ന് പാടി കർത്താവിനെ സ്തുതിക്കാൻ പോവുകയാണ്. ആ പ്രത്യാശ നിറഞ്ഞ ഈ നിമിഷത്തിൽ ചേർന്ന് കർത്താവിനായി ഒരുങ്ങുന്ന ദൈവമക്കൾ ചേർന്ന കരങ്ങളെ തട്ടി. ആമേൻ. എല്ലാ കരങ്ങളും തട്ടി. ഹല്ലേലൂയ. കുഞ്ഞാട്ടിൻ കല്യാണമഹൽ ദിനത്തിൽ
തന്റെ കാന്തയാകും വിശുദ്ധ സഭ കുഞ്ഞാട്ടിൻ കല്യാണമകൾ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ മണിയറയ്ക്കുള്ളിൽ കടക്കുവന്ന മണിയറയ്ക്കുള്ളിൽ കടക്കുവന്ന എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷമുണ്ടാവർക്ക് എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷമുണ്ടാവർക്ക് ശിവാരോടി ഭൂതളെ പാർക്കും ശുദ്ധ രൂപാന്തരം പ്രാപിക്കുവാ നേരത്തിൽ ശിവാരോടി ഭൂതളെ പാർക്കും ശുദ്ധ രൂപാന്തരം പ്രാപിക്കുവാ നേരത്തിൽ ഗീതസ്വരത്തോടുമാ ഗീതസ്വരത്തോടുമാ വിണ്ണൂലകം പോകും വിണ്ണൂലകം പോകും വിണ്ണൂലകം പോകും തുല്യരാ വിണ്ണൂലകം പോകും വിണ്ണൂലകം പോകും വിണ്ണൂലകം പോകും തുല്യരാ കർത്താവിരംഗം ധീരതാപത്തോടും പ്രധാന ദൈവ ഭൂതശബ്ദത്തോടും കർത്താവിരംഗം ധീരതാപത്തോടും പ്രധാന ദൈവ ഭൂതശബ്ദത്തോടും സ്വർഗത്തിൽ തീരക്കി വന്നിടുമ്പോ സ്വർഗത്തിൽ തീരക്കി വന്നിടുമ്പോ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം സന്തോഷം മധ്യാകാശത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം സന്തോഷം മധ്യാകാശത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ